ഈ സാധനം ഉണ്ടല്ലോ കുത്തുന്ന നീ അവിടെ പാമ്പാണോ? നിക്ക് സോണി, നീ പേടിക്കല്ലേ? ഓടി 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 ഓടാ. ഇതിനെ ഊരാൻ എനിക്ക് അറിയത്തില്ല, ഇച്ചിരി പണിപ്പെടും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങളിതേ തോട്ടിൽ ചൂണ്ടയിടാൻ വന്നിരിക്കുകയാണ്. കിട്ടുമല്ലോ എന്നൊന്നും അറിയത്തില്ല, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആ ചൂണ്ടെന്തി പഴയ ചൂണ്ട എൻ്റെ, ഞാൻ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് യൂസ് ചെയ്തോണ്ടിരുന്ന. ഇതിപ്പം എല്ലാം പോയി, ഇപ്പൊ തപ്പിയെടുത്തതാ. എന്തായാലും നോക്കാം കിട്ടുമോന്ന്. ഇതാ അവിടെ ഇടാം. ഇതാ അവിടെ അനക്കുണ്ട്. മീൻ പിടിക്കാൻ തീറ്റ എന്താണെന്നറിയോ? പാറ്റ. നീ അടുത്തിട്ടോ. ഇതായത് കണ്ടോ, പാറ്റ. ഈ പാറ്റ കിട്ട ഒരു ഗുണമുണ്ട്, വരാലിനെ കിട്ടും. ദേ കാണോ, ഇതാണ് നമ്മുടെ തീറ്റി. അപ്പോ ഇടാൻ പോവാണ്. ആ സൈഡിലിടാം. എടി സോണി, ഇതേ ഭയങ്കര താഴ്ചയായത്. ഇതിനകത്തെങ്ങാനും വീണ് പോയി കഴിഞ്ഞാൽ തിരിച്ച് കയറാൻ പറ്റത്തില്ല. ഭയങ്കര ചെളിയായി അതിനടിയിൽ. എനിക്കെന്തായാലും പറ്റുവാണെങ്കിൽ നീ ആരെങ്കിലേക്ക് വിളിച്ചോണ്ട് വരണേ എന്നെ രക്ഷിക്കാൻ. ഇതിന് കമ്പിന് നീളമില്ലാത്തോണ്ട് ദൈവമേ, ആദ്യം തന്നെ വലിയ വരാലിനെ കിട്ടിയാൽ മതിയായിരുന്നു. അത്യാഗ്രഹമല്ല. ഇതിനകത്ത് വരാലുണ്ടായിന്. ഇതിനകത്ത് വരാല്, കാരി, കല്ലുമുട്ടി, അത്യാവശ്യം എല്ലാ മീനും ഉണ്ട്. നീ അടുത്തോട്ട് വന്നേ, അനക്കുണ്ട്. വന്ന് കൊത്തു മീനായി. ഇവിടെ ഒന്ന് ഇടാൻ ഭയങ്കര പാടാ, കൈ എത്തുന്നില്ല. ഇതിന് നീളം കുറവാ. അപ്പുറത്തോട്ട് മാറിയിട്ട് നോക്കാം. അയ്യോ, കമ്പായിരുന്നു. ഞങ്ങൾ സ്ഥലം മാറി വേറെ സ്ഥലത്ത് ഇടുകയാണ്. ഇവിടെ വെയിലാ, വെയില്. കുറച്ച് താഴ്ച കൂട്ടിയിട്ട് നോക്കാം. താഴ്ച കുറച്ചിട്ടിട്ട് വലിയ അനക്കമൊന്നുമില്ല. നീ അവിടെ നിൽക്ക്, അവിടെ നിൽക്ക്. പാമ്പാണോ? നിക്ക് സോണി, നീ പേടിക്കല്ലേ? ഓടി 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 വാ, ഓടി വാ, ഓടി വാ. ഇങ്ങോട്ട് താ ഫോണ്. അതുകൊണ്ട് പോയി. പാമ്പാണോ എന്താന്ന് അറിയത്തില്ല, ഒരു വലിയ സാധനം. ശരാ, ദേ പോന്നേ. വെള്ളത്തിൽ കൂടെ പോകുന്നുണ്ടോ? പതമുണ്ടോ? പതമുണ്ടോ? പതയുന്നുണ്ടോ? ഏയ്, ഇതിലൂടെ കയറി വന്നേ. എടാ, എന്തോ വലിയൊരു സാധനം. പാമ്പാണോ എന്തോന്ന് അറിയത്തില്ല. ഇവിടെ കയറി വന്നോടാ കടിക്കാൻ വേണ്ടിട്ട്. ഉടുമ്പാണോ? ഏതാണ്ട് വെള്ളത്തിൽ കൂടെ അങ്ങ് പോയി. അങ്ങോട്ടാ പോയി. ഇവള് പെട്ടുപോയി. ഞാനിവിടെ താഴെ ഇറങ്ങിക്കുവായിരുന്നു. അന്നേരം സംഭവം പേടിച്ചു പോയി. സംഭവം എന്തായിരുന്നറിയോ ഗേസ്? അത് ഉടുമ്പായിരുന്നു. അതിന്റെ തല കണ്ടപ്പോഴത്തേന് ഞാൻ വിചാരിച്ചത് ഇനി പെരുമ്പാമ്പാണോ എന്ന് സംശയിച്ച്. നേരത്തെ ഇവിടുന്ന് പെരുമ്പാമ്പിനെ കിട്ടിയിട്ടുള്ള, അതുകൊണ്ട് ഇത് പെരുമ്പാമ്പാണോ എന്താണെന്നുള്ളത് പേടിയായിപ്പോയി. ഇവളാണെങ്കിൽ അവിടെ പെട്ടുപോയി തോണി. എന്തായാലും കുഴപ്പമില്ല, അത് പോയി, അപ്പുറത്ത് പോയി. ഇട്ട് നോക്കാം. ഞാൻ ഇട്ട് നോക്കാം. നീ നിക്ക്, ഞാൻ ആദ്യം ഇടട്ടെ. ഞാൻ ഇട്ട് കഴിഞ്ഞ് നീ ഇട്ടാ മതി. അങ്ങോട്ട് പോവല്ലേ? ഒരു കുഴപ്പമില്ല. അത് കണ്ട, അങ്ങോട്ട് നോക്കി, അതാ ശവക്കോട്ട. ആ നേരെ ഓപ്പോസിറ്റ് കാണുന്ന ശവക്കോട്ട. അത് കിട്ടി 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 കിട്ടി. അടുത്തുവാ. ഇത് കണ്ട, കാരി. ഇതിനെ ഊരാൻ എനിക്ക് അറിയത്തില്ല, ഇച്ചിരി പണിപ്പെടും. ഇത് ഇവിടെ ഇരുന്ന മറ്റേ ചൂണ്ട ഞാൻ മാറ്റിയിട്ട്, ഇത് ഇവിടെ ഇരുന്ന ഒരു പഴയ വേറെ ആരുടെ ചൂണ്ടയാ, ഇവിടുന്ന് കിട്ടിയതാ. അത് തിട്ടപ്പം മീൻ കിട്ടി. എൻ്റെ ഇരുന്ന ചൂണ്ട വരാൽ ചൂണ്ട, വലിയ ചൂണ്ടയാ. ഇത് ചെറിയ ചൂണ്ടയാ, കാണോ? പൊടിച്ചൂണ്ട. ഇതില് കാരി, ചെറിയ മീനുകളൊക്കെ കിട്ടും. ഇത് ഊരാ. അടുത്ത് വന്നെടുക്ക്. പിന്നെ ഊരണമെങ്കിൽ ചെരുപ്പ് വെച്ച് ചവിട്ടി പിടിക്കുക. ഈ സാധനം ഉണ്ടല്ലോ കുത്തുന്ന, എനിക്ക് 2-3 പ്രാവശ്യം കിട്ടിയിട്ടുള്ള, നല്ല വേദനയാ. അതുകൊണ്ട് ഇച്ചിരി ഡേഞ്ചറാണ് ഈ സാധനം.
അടുത്ത് വന്നെടുക്ക്, ഇവിടെ വാ. എന്റെ ഫോൺ അവിടെ ഉണ്ട്. വലിച്ചങ്ങ് പൊട്ടിക്ക, അടുത്ത് വന്നെടുക്ക്. ആ ചൂണ്ട പൊട്ടിച്ചു, ഇട്ടു. ഈ തോട് ഭയങ്കരം വലിയൊരു തോടാണ്. പമ്പയാറ്റിന്ന് ലിങ്കുള്ള തോടാ ഇത്. കണ്ട, സോണി അങ്ങ് ഇരിപ്പുണ്ട് ഒറ്റയ്ക്ക്, പേടിച്ചിരിക്കുക. ഞാൻ ദേ ഗോതമ്പ് മേടിക്കാൻ വന്നതാണ്. ഇത് വെച്ചൊന്ന് ഇട്ട് നോക്കാം. ഇതെന്റെ അനിയനാണ്, അവന് കുറെ മീനൊക്കെ കിട്ടി. സോണി, പേടിയുണ്ടോ ഫ്രണ്ട്സ്? അപ്പൊ ദേ സോണി ചൂണ്ടയിടണമെന്ന് പറഞ്ഞിട്ട് ചൂണ്ടയിടാൻ പോവാണ്. അവളിടുമ്പം വല്ലതും കിട്ടുമോ നോക്കാം. ഞാനൊരു കാര്യം പിടിച്ച്, ഇനി അവള് എത്രണ്ണത്തിനെ പിടിക്കുമെന്ന് നോക്കാം. ഇട്. എനിക്ക് താഴേക്ക് ഇറങ്ങാൻ പേടിയാ. പെതിയെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി, കുഴിക്കകത്ത് അങ്ങ് പോവല്ലേ. കൊച്ചു മീനുണ്ട്, കൊച്ചു മീൻ. ഇറങ്ങി. നല്ല സുന്ദര പ്രകൃതി രമണീയമായ സ്ഥലമാണ്. നീ വന്നു എങ്ങനെ അറിയാ? അത് നീ ചോദിച്ചാൽ മതി, മീനോട് ചോദിച്ചാൽ മതി വന്നോന്ന്. അപ്പൊ അത് പറയും, ഞാൻ വന്നു എന്ന് പറയും. പൊട്ടത്തരം പറയാതെ സോണി. എന്താ? അപ്പൊ എനിക്കറിയാവോ മീൻ വന്നാ എങ്ങനെ അറിയുന്നതെന്നൊക്കെ? എനിക്കറിയത്തില്ലല്ലോ, അതല്ലേ അങ്ങ് ഇടുക, പൊങ്ങ അനങ്ങുമ്പോ മേളോട്ട് പിടിക്കുക. എനിക്കും അങ്ങനെ അറിയത്തുള്ളൂ. ചൂണ്ട അനങ്ങുമ്പോ പൊക്കും. ആ പൊങ്ങ് താന്ന് പോകുമ്പോ, താന്ന് പോകുന്നു. അത് താന്ന് പോകുമ്പോ മേളോട്ട് പിടിക്കണം, അന്നേരം മീൻ കിട്ടും. എന്താ മതിയായോ? സോണിക്ക് മടുത്തു. ദേ അവിടെ അങ്ങ് ഒരു ചെറിയൊരു തടാകം പോലൊരു കുളം പോലൊരു സംഭവം ഉണ്ട്. അതിനകത്ത് ഇഷ്ടം പോലെ മീനുണ്ട്. പക്ഷേ ഈ നെല്ലിന്റെ ഇടയിൽ കൂടെ വേണം ഇങ്ങനെ പോവാൻ. ചെറിയ വരമ്പുണ്ട്, റിസ്ക് ആണ്. നോക്കാം. ഹലോ ഫ്രണ്ട്സ്, അപ്പൊ ഞങ്ങൾ ചെറുതായിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ട് ഇരുട്ടായി തുടങ്ങി. അപ്പൊ നമുക്ക് ഇപ്പൊ സ്റ്റോപ്പ് ചെയ്താലേ വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. ദേ അവിടാണ് ഞങ്ങളുടെ വീട്, അവിടെ വരെ പോകണം. ഇതിന്റെ ഇടയിൽ കൂടെ വേണം പോകാൻ. അപ്പോൾ ഇരുട്ടായി കഴിഞ്ഞാൽ പാമ്പൊക്കെ കാണും. ഫോണിലെ ചാർജും തീരാറായി, ലൈറ്റ് വെട്ടവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഒരു മീനെ കിട്ടിയുള്ളൂ. അപ്പം എന്തായാലും കുഴപ്പമില്ല, ഒരു ടൈം പാസ് അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും ഞങ്ങൾ സ്റ്റോപ്പ് ചെയ്യുവാണ്. ഓക്കെ.